ഈ കാലത്ത് ഒരു അത്യാവശ്യത്തിന് ഒരു സ്ഥലം വരെ പോകാൻ പബ്ലിക് ബസ് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അന്നാലും നമ്മൾ ഗതികെട്ട് പബ്ലിക് ബസ്സിൽ കയറും. പക്ഷെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. നിങ്ങൾ കയറുമ്പോൾ തന്നെ അകത്ത് ഏതെങ്കിലും ഒരു ലേഡി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടോയെന്ന് ആദ്യമേ നോക്കുക. നിങ്ങൾ പ്രഥമ ദൃഷ്ടിയാൽ നോക്കിയിട്ട് ആരെയും കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒരു കറുത്ത മാസ്ക് ഇട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ടോ എന്ന് നോക്കുക. ഏതാണ്ട് ഒരു 25 അല്ലെങ്കിൽ 40 അതിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഏജ് കാറ്റഗറിയിലുള്ളതായിരിക്കും ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു കറുത്ത മാസ്ക് ഇട്ട് ഒരു ലേഡി ആ സീറ്റിൽ അവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ സീറ്റിൽ ഇരിക്കരുത്. കാരണം ആ സ്ത്രീ സൈഡിൽ ഒരു മൊബൈലും താങ്ങിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട്. വന്നിരുന്നാൽ പിറ്റേ ദിവസം കുടുംബം കലങ്ങുന്ന രീതിയിലാണ്. അതുകൊണ്ട് ഇപ്പം ഒരു പാവപ്പെട്ട ഒരു സാധാരണക്കാരൻ്റെ കുടുംബം കലങ്ങി അതിപ്പോൾ ഒരു കടമുറിയുടെ തട്ടുംപുറത്താണ് കിടന്നുറങ്ങുന്നതെന്ന് അറിയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: കറുത്ത മാസ്ക് ഇട്ട് മുഖം മറച്ച് ഇരിക്കുന്ന ഒരു ഐറ്റം അവിടെ എവിടെയെങ്കിലും ഇതുപോലെ പബ്ലിക് ബസ്സിലോ ലൈൻ ബസ്സിലോ KSRTCയിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 3-4 അടി മാറി നിൽക്കുക. ഇരിക്കുന്ന കാര്യം ചിന്തിക്കുക പോലും ചെയ്യരുത്. ഞാനിത് പറയുന്നത് എന്തെന്നാൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയും റീച്ചിനും ലൈക്കിനും വ്യൂസിനും വേണ്ടിയും ഈ ലൈൻ ബസ്സിലും പബ്ലിക് ബസ്സിലും ഒരു സീറ്റ് കാലിയാക്കിയിട്ട് കെണി ഒരുക്കി ഇപ്പോൾ കുറേ ലേഡി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവർ വിമൻ കാർഡ് പിടിച്ചുകൊണ്ട് വിക്ടിം ആകാൻ വേണ്ടി ശ്രമിക്കുന്ന കുറേ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പം അതിലൊന്നും ഇവർ എടുക്കുന്ന വീഡിയോയിൽ ഒരു സംഭവം അവിടെ നടക്കുന്നില്ല. ഇവർ പറയുന്നത് ഇവരുടെ വിമൻ കാർഡ് എറിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരെ ലൈംഗികമായിട്ട് ഇവരെ തൊട്ടു, തലോടി, പിച്ചി, ഞുള്ളി എന്നുള്ള രീതിയിൽ. പക്ഷെ ചിലതൊക്കെ പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അതിനൊക്കെ വീഡിയോയിൽ വ്യക്തമായിട്ട് കണ്ടിട്ടുമുണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് നമ്മൾ അത് നിയമവശം പോയിട്ട് തന്നെ ആ ഒരു അനുഭവിച്ച ആ ഒരു സ്ത്രീ അതിന് നിയമവശം തന്നെ പോയിട്ട് അതിനുള്ള നീതി ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് അങ്ങനല്ല, ഇത് സോഷ്യൽ മീഡിയയിലാണ് ഇവരുടെ കോടതി. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ റീല് പങ്കുവെക്കുക, അതിൽ നിന്ന് റീച്ച്, ലൈക്ക്, ഫോളോവേഴ്സ്, ഷെയർ ഇതെല്ലാം മേടിച്ചു കൂട്ടാനാണ് ഈ കെണി ഒരുക്കി കുറെ ഫേക്ക് ലേഡീസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാം. അപ്പോൾ ഇവര് തലോടി, പിച്ചി, ഞുള്ളി എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അത് ഇവർ ക്യാപ്ഷൻ കൊടുത്തുകൊണ്ടാണ്. പക്ഷെ ഇവരെടുക്കുന്ന വീഡിയോയിൽ ഒന്നും കാണത്തില്ല. ഒരു സാധാരണ പാവപ്പെട്ടവൻ ഒരു അത്യാവശ്യത്തിന് വീട്ടിലെ എന്തെങ്കിലും ജീവിതത്തിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ വളരെ ദുഃഖകരമായിട്ടായിരിക്കും പുള്ളിയുടെ ചിന്തയൊക്കെ ഉള്ളത്. ആ പുള്ളിയെ ഇങ്ങനെ വീഡിയോ എടുത്ത് തെറ്റിദ്ധരിപ്പിച്ച് ശരിക്കും ഒരു വളരെ ക്രൂവലായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ക്രിമിനൽ മൈൻഡഡ് ആയിട്ടുള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മനുഷ്യത്വമില്ലാതെ ഒരു മനുഷ്യന്റെ ഉള്ളിലുള്ള വിചാരം പോലും കണക്കാക്കാതെ ഇങ്ങനെ കാണിക്കുന്നത് വളരെ ദ്രോഹമാണ് മനുഷ്യനോട് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ ഞാൻ ആ വീഡിയോ ഇപ്പൊ തന്നെ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതൊരു വീഡിയോ. ഈ ലേഡിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടും കൂടി ഞാനിവിടെ വെക്കാം. ഇതാണ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ടാണ്. ഇതിലെ ആ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്ന 6.3 M. അത് വേറെ ലാംഗ്വേജിൽ ഇംഗ്ലീഷിലെ ക്യാപ്ഷൻ കൊടുത്ത് അതിനൊരു പാട്ടും കൂടി ഇട്ടിട്ട് ആ പാട്ടും കൂടി ഉള്ള റീല് ഇത് ഇന്റർനാഷണൽ ആകാൻ വേണ്ടി ശ്രമിച്ചതാ കേട്ടോ. അതിന്റെ കൂടെ ഒരു പാട്ടൊക്കെ BGM ഒക്കെ ഇട്ടേക്കുക. ഇതിന് നമ്മളെന്താ മനുഷ്യന്മാരെ അല്ലേ? നമ്മളൊക്കെ ചോറ് തന്നെയല്ലേ ഉണ്ണുന്നത്? വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഗൈസ്. ഇനിയൊന്നും ഇങ്ങനെ ഉണ്ടാകാതെ ഇരിക്കട്ടെ. അപ്പോൾ see you soon, bye guys.